പ്രൈസലോ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് പ്രഭാതത്തിൽ ഒരു വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് തരാൻ കഴിയാത്ത നിത്യ സമാധാനം നൽകിയിട്ടാണ് യേശു പോയത്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആർക്കെങ്കിലും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, വിവിധ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട്, പ്രയാസത്തിൽ വേദനയിലിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ സമാധാനം നൽകി തരാൻ കഴിയുന്ന ഒരുവനുള്ളൂ. അത് ഞങ്ങൾ സേവിക്കുന്ന യേശുവിന് മാത്രമേ നിനക്ക് സമാധാനം നൽകി തരുവാൻ കഴിയുകയുള്ളൂ. ഭവനത്തിൽ ഭർത്താവിൻ്റെ മദ്യപാന നിമിത്തം തകർന്ന അവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെട്ട്, ഭവനത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സമാധാനം നൽകിത്തരാൻ, നിൻ്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. താങ്കളായിരിക്കുന്ന ആ ഭവനത്തിൽ, താങ്കൾ കേൾക്കുന്ന നിമിഷത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, ദൈവം നിൻ്റെ ഹൃദയത്തിലേക്ക് വരികയും നിൻ്റെ ഭവനത്തിലേക്ക് വരികയും നിൻ്റെ സ്ഥിതികളെ മാറ്റി സമാധാനം നൽകിത്തന്ന് നിന്നെ ഐശ്വര്യപൂർണമായി വഴി നടത്തി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയരെ, ലോകത്തിന് സമാധാനം നൽകുന്നത് മദ്യത്തിനും കഞ്ചാവിനും മയക്കുമരുന്നുകൾക്കും പാൻപരാഗിനും ഹാൻസിനും ഹാഷിഷിനും ബ്രൗൺ ഷുഗറിനും ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്കാണ് സമാധാനം അവർക്ക് നൽകിത്തരാൻ കഴിയുള്ളൂ. എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറമായി സമാധാനം നൽകിത്തരാൻ ദൈവത്തിന് കഴിയും. എന്നേക്കുമായ സമാധാനം. ആ സമാധാനം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ ഏത് അവസ്ഥയാണെങ്കിലും, മാരക രോഗത്തിനടിമയായി സമാധാനം നഷ്ടപ്പെട്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ട്, ഭവനം തകർന്ന അവസ്ഥയിൽ സമാധാനമില്ലാതെ ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് മുന്നോട്ടെങ്ങനെയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയരെ, സമാധാനം തരുന്ന ആ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹൃദയമാകുന്ന വാതിൽ വിശാലമായി യേശുവിന് വേണ്ടി തുറക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറക്കാൻ കഴിഞ്ഞാൽ, നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ ഹൃദയമാകുന്ന വാതിൽ തുറന്നാൽ, ഹൃദയത്തിൽ വന്ന് പ്രവേശിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, ആ വാതിൽ വിശാലമായി തുറന്നാൽ നിനക്ക് സമാധാനം നൽകി, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സമാധാനം നൽകി, താങ്കൾക്ക് സമാധാനം നൽകി, ഭവനത്തിന് സമാധാനം നൽകി, ആ വിടുതൽ തരുന്ന ആ ദൈവം സമാധാനം നൽകി ഇന്ന് പകൽ നിങ്ങളെ ഐശ്വര്യപൂർണമായി വഴി നടത്തട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ. ഈ ലോകത്തിൽ ആർക്കും നൽകിത്തരാൻ കഴിയാത്ത സമാധാനം നൽകിത്തരാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. ആ യേശുവിൽ ആശ്രയിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.